അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. അഖിൽ ആർ ഫ്രീക്വൻസി കൂടിയല്ലേ ഡാൻസ് ചെയ്തപ്പോ? യെസ്, എല്ലാ ദിവസവും നമ്മൾ ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്യുമ്പോ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി കൂടും, ഫ്രീക്വൻസി കൂടും. മാം, ഐ എം ടോട്ടലി സർപ്രൈസ്ഡ്. അജയ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ നോക്കുമ്പോ ലൈഫിൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുന്നു, അവരാഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുന്നു, അവരാഗ്രഹിക്കുന്ന വലിയ ബാങ്ക് ബാലൻസ്, അവരാഗ്രഹിക്കുന്ന വലിയ വീട്, കാറ്, സമ്പത്ത്, വിദേശ യാത്രകൾ, അവര് എന്താഗ്രഹിച്ചാലും അതൊക്കെ നേടിയെടുക്കുന്നു. എന്നാൽ ചിലരാകട്ടെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മഴയത്തും പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാലും പലരും രാത്രിയിലൊക്കെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന കാണാം. വലിയ പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കിടന്നുറങ്ങുന്ന കാണാം. നാടോടികളൊക്കെ ടെന്റ് അടിച്ച് ചെറിയ കുടിലുകൾക്കുള്ളിൽ താമസിക്കുന്നത് കാണാം അല്ലെ. അവര് ഞങ്ങൾ കൊല്ലത്തേക്കൊക്കെ പോകുമ്പോ കോളേജ് ജംഗ്ഷൻ എത്താറാവുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ അവരിരുന്ന് ചപ്പാത്തി പരത്തി ചപ്പാത്തി ചുട്ടെടുക്കുന്ന കാണാം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡിൽ ജോസഫ് മർഫി സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഉള്ളിൽ നിധികുംഭം വച്ചിട്ട്, അതായത് നമ്മുടെ മനസ്സിനകത്ത്, ഹിന്ദിയിൽ ഖജാന എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ അത്രയും ട്രഷർ വെച്ചിട്ട് നമ്മൾ വെളിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അറിയില്ല. നമ്മൾ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ മൈൻഡിന്റെ പവർ നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അൺലിമിറ്റഡ് പവർ ഉണ്ട്. നമ്മൾ എന്ത് വിചാരിച്ചാലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന അത്രയും പവർ എവിടെ കിടപ്പുണ്ട്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. കുറെ പേർക്ക് എന്തൊക്കെയോ അറിയാം, ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ പല തരത്തിലുള്ള വിഷമത്തിലൂടെ ആളുകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്നനാകുക സമ്പന്നനാകുക എന്നുള്ളത് ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നത്, ചിലരൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്, അവരൊക്കെയാണ് സമ്പത്ത് നേടുന്നത്, ചിലരൊക്കെ പാരമ്പര്യമായിട്ട് സമ്പത്തൊക്കെ ഉള്ളവരാണ്, നമ്മളൊക്കെ എന്നും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പാവപ്പെട്ടവരായി കഴിയേണ്ടി വരും. അങ്ങനെയല്ല എന്ന് പിന്നീട് മനസ്സിലാക്കി. എന്ന് എനിക്ക് അറിവ് കിട്ടി, അന്ന് മുതൽ ഞാൻ മാറാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി: സമ്പന്നനാകുക എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ആർക്കും ആകാൻ പറ്റും. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമ്പന്നനാകാൻ പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ പവർ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമല്ല സമ്പന്നനാകാൻ കഴിയുക, ആർക്കും കഴിയും. കഴിഞ്ഞ അബണ്ടൻസ് ആക്സിലറേറ്റർ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് ഇതേ സൺഡേ ടീച്ചർ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം. ആ ക്ലാസ്സിൽ പങ്കെടുത്തവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമുണ്ട്: ടീച്ചർ ആ ഒരു ചെറിയ പേയ്മെന്റിന് ഞങ്ങൾക്ക് തന്ന അറിവ്, ടീച്ചർ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഹൈ എനർജിയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യം, ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങളാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, ശരിക്കും അതിന് തൊട്ട് മുന്നത്തെ അബണ്ടൻസ് ആക്സിലറേറ്ററിന്റെ സെക്കൻഡ് പ്രോഗ്രാം ആയിരുന്നു കോഴിക്കോട്. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് എറണാകുളത്ത് വെച്ചായിരുന്നു. അതിന് 3 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്ത മാക്സിമം പേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങി. ഇന്ന് അവരൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് അവര് അത്രയും നല്ല രീതിയിൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 60,000 രൂപ 30,000 രൂപ നേടിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ പെർ മന്ത് 6 lakh ഏർണിങ്സിലേക്ക് എത്തി. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയാം. നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. നമുക്ക് കോയമ്പത്തൂരിൽ നിന്നൊരു മാം വന്നിട്ടുണ്ടായിരുന്നു. അവർ എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുത്തിട്ട് നമ്മുടെ കോഴിക്കോട് പ്രോഗ്രാമിൽ വന്ന് സക്സസ് സ്റ്റോറി പറയാനായിട്ട് ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടി. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അത്രയും ഒരു എന്താ പറയുക സ്ട്രഗിൾ സ്റ്റേജിൽ നിന്നും ഇന്നൊരു മിലനെയറായി മാറിയെങ്കിൽ എനിക്കും അത് പറ്റും എന്ന് മനസ്സിലാക്കി നമ്മൾ ആ മനസ്സിലേക്ക് അത്രയും സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ഓരോരുത്തരും അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ എത്തിയിട്ട് അടുത്തടുത്ത പ്രോഗ്രാംസിൽ വന്നിട്ട് അവരുടെ സക്സസ് സ്റ്റോറി പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ സ്പാർക്ക് വേണം, വിജയിക്കണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. നമ്മൾ നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യണം. ഇങ്ങനെ ഒരു റാറ്റ് റേസിൽ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിന് വലിയ മാറ്റമൊന്നും വരില്ല. പലരും സക്സസ്ഫുൾ ആകുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
അവരൊക്കെ എങ്ങനെ ഈ സക്സസ്ഫുൾ ആകുന്നത്? അതിന്റെ സീക്രട്ട് എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഫ്രീ സെഷനിൽ ടീച്ചർ നിങ്ങളെ ക്ഷണിച്ചത്. അപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രത്തോളം പവർ ഉണ്ട്. നമുക്ക് അൺലിമിറ്റഡ് മണി, നമ്മൾ എത്ര പൈസ ആഗ്രഹിക്കുന്നു അത്രയും പൈസ നമുക്ക് നേടാൻ പറ്റും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകണോ നിങ്ങൾക്ക്? ആകണോ? അതും പോസിബിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇലോൺ മസ്കിന് എന്തോ പ്രത്യേക ടാലൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത്? നത്തിങ്. മനസ്സിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. പലർക്കും സക്സസ് കിട്ടാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് പലരും മനസ്സിന്റെ അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. മനസ്സ് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സ് പറയുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് സക്സസ് കിട്ടില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആക്കി മാറ്റണം. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവന് അവന്റെ ഏറ്റവും ശക്തമായ ആയുധം, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവന്റെ മൈൻഡ് ആണ്. പക്ഷേ മനസ്സിനെ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തവൻ അവന്റെ വേഴ്സ്റ്റ് ഫ്രണ്ടും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ അറിയണം. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ പലതരത്തിലുള്ള പരാജയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ആ പരാജയത്തിന്റെ വേദനയും പേറിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഒരിക്കലും വിഷമിക്കേണ്ട. നമ്മൾ പറയില്ലേ, പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ഒരു പ്രശ്നമില്ല, പരാജയപ്പെട്ടെങ്കിൽ വെരി ഗുഡ്. കാരണം നമുക്കെല്ലാം ഇങ്ങനെ സക്സസ് ലഭിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം വരത്തില്ല. അപ്പൊ നമുക്ക് പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ കിടന്നാ പോരാ, എനിക്ക് മുന്നോട്ട് പോകണം, നമ്മള് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് നേടണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാം? അപ്പൊ ജീവിതത്തില് ചെറിയ 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 പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. പലരും മാറ്റത്തിന് തയ്യാറാവുന്നേ ഇല്ല. നേരത്തെ 5 വർഷത്തിന് മുമ്പ് എങ്ങനെ ജീവിച്ചു അതുപോലെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അങ്ങനെ ജീവിച്ചാൽ ലൈഫിൽ വലിയ മാറ്റമൊന്നും വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ബ്രൂസ്ലി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, 100 അടവ് പഠിച്ചവനെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരടവ് 100 തവണ ചെയ്യുന്നവനെ എനിക്ക്, അല്ലെങ്കിൽ അഭ്യസിച്ചവന് എനിക്ക് ഭയമാണ്. കാരണം എന്താണ്? നമ്മള് പലപ്പോഴും മനുഷ്യർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോ അവർക്ക് മടുപ്പ് തോന്നും, അവരിട്ടേച്ചു പോവും, സക്സസ് കിട്ടൂല. അതിനെ തന്നെ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അത്രത്തോളം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവർത്തിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. നിത്യവും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്തവർ എത്ര പേരുണ്ട്? എസ് എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടൂ. രാവിലെ എഴുന്നേറ്റ് സത്യസന്ധമായി പറയണം, മെഡിറ്റേഷൻ ചെയ്തവര് ഉണ്ടോ? യെസ്. പലരും ചോദിക്കൂ, ഈ മെഡിറ്റേഷൻ ഒക്കെ എന്നും ചെയ്യണോ ടീച്ചറെ? മടിയാണ് മിക്കവരുടെയും പ്രശ്നം. മടി എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല, ഒന്നാം തരം മടി. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എല്ലാവരും സക്സസ്ഫുൾ ആവാത്തത് നിങ്ങൾക്ക് അറിയാവോ? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മിക്കവർക്കും ഉള്ള മടി. രണ്ടാമത് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കും. നാളെ തൊട്ട് ഞാൻ നന്നാവും, ഉറപ്പാണ്. നാളെ തിങ്കളാഴ്ച നന്നാവാൻ സൂപ്പർ ദിവസമാണ് അല്ലെ? ന്യൂ ഇയർ തുടങ്ങുന്ന വരുമ്പോ എല്ലാവരും ഡിസിഷൻ എടുക്കും, ഈ ന്യൂ ഇയർ 2024 എന്റെ ലൈഫിലെ ഭാഗ്യവർഷമാണ്, തകർക്കും പൊളിക്കും, ഞാൻ നേടും. ഒരാഴ്ച പിന്നെയും ശങ്കരൻ, പിന്നെയും തെങ്ങുമേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ പിന്നെയും നമ്മൾ കിടക്കുന്നു, നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പോ എന്തുകൊണ്ടാ അത്? നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടിമയായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മടിയും നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കലും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ചെറിയ 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 പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻഡ് ആണ്. അവർ ഓരോ ദിവസവും അവരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെറിയ 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 മാറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം, എക്സർസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. എക്സർസൈസ് മിക്ക ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യും, കുറച്ചു ദിവസം പോകും, കുറച്ചു ദിവസം കഴിയുമ്പോൾ ശരീരം വേദന എടുക്കും, അവിടെ നിർത്തും. അടുത്ത മാസം മുതൽ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അല്ലെ?
പിന്നെയും കുടവേർ കാണുമ്പോ അയ്യോ വെയിറ്റ് കുറയ്ക്കണമല്ലോ, പിന്നെയും പോയി ജോയിൻ ചെയ്യും, പിന്നെയും നിർത്തും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. മിക്കവർക്കുള്ള പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ മടിയാണ്. അപ്പൊ നമ്മളുടെ ലൈഫ് ഒരു ഡിസിപ്ലിൻ വേയിലാണോ പോകുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ ലൈഫ് ഒരു ഡിസിപ്ലിൻഡ് വേയിലാണോ പോകുന്നത്? ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണോ? ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. പലരുടെയും പ്രശ്നമാണ് ഭയങ്കര ദേഷ്യം. നമ്മൾ പറഞ്ഞില്ല, മൂക്കത്താണ് ചുണ്ടി. ഒരു ചെറിയ കാര്യം മതി, അടുത്ത സെക്കൻഡിൽ പൊട്ടി തെറിച്ച് ദേഷ്യം വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങ് തകർക്കും. കുറച്ചു കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു. എത്ര പേര് ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്? കടന്നുപോയവര് ഐ എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്, ഐ ഫോർ ഐസ്ക്രീമിന്റെ ഐ. ഞാൻ അല്ലേ? എന്തുകൊണ്ടാ ഈ ദേഷ്യം വരുന്നേ? മനസ്സിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. പാസ്റ്റിലെ കുറെ അധികം വേദനകളും വിഷമങ്ങളും ഹോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾ, അല്ലെ? അതുപോലെ പാസ്റ്റിലെ ആരോടൊക്കെയോ ഇപ്പോഴും ക്ഷമിച്ചു കൊടുക്കാനുണ്ട്. ഇതിങ്ങനെ ട്രിഗർ ചെയ്ത് വരും. പിള്ളേരാരെങ്കിലും എന്തെങ്കിലും കാണിക്കും, ഒരാഴ്ചയായിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് വിചാരിക്കും അടിക്കണ്ട. തോന്നിയിട്ടില്ലേ അങ്ങനെ? കാര്യം എന്താ? ആ ദേഷ്യം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാ. അപ്പൊ പലരും എൻ്റെ അടുത്ത് പറയും, ടീച്ചറെ എനിക്കാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരൂ, എന്റെ ലൈഫ് മാറ്റാൻ പറ്റുന്ന ഒരൊറ്റ ടിപ്പ്. എനിക്കാണെങ്കിൽ ദേഷ്യമുണ്ട്, എനിക്ക് ഇന്ന കാര്യം, ഇതൊക്കെ മാറ്റാനായിട്ട് ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ ലൈഫിൽ മാറ്റം വരുമെന്ന്? അങ്ങനെ ഒരു ടിപ്പ് കൊണ്ട് ലൈഫ് മാറില്ല. ലൈഫ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. റീപ്രോഗ്രാം എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം എടുത്ത് കളയണം. ദേഷ്യം വരുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ക്യാൻസൽ ഇതെല്ലാം നെഗറ്റീവ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞത്. ഇതെല്ലാം വരുന്നത് പൊളൂട്ടഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നാണ്. മനസ്സിനകത്ത് മൊത്തം മാലിന്യങ്ങൾ കിടക്കുക. ഈ മാലിന്യ കൂമ്പാരങ്ങളും മനസ്സിലിട്ടുകൊണ്ട് എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ വേണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ലയോ? നിങ്ങൾ പറയൂ. ഒരിക്കലുമില്ല. എത്രയും പെട്ടെന്ന് നമ്മളിപ്പോ ഒരു റൂമിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരിക്കുക, ആ റൂം മൊത്തം കച്ചട, താഴെ മൊത്തം കുറെ വേസ്റ്റും കുറെ ചവറെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് നമ്മൾ അതിന്റെ നടുക്ക് മെഡിറ്റേഷൻ ചെയ്താലിരുന്നാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ദുർഗന്ധം ഇങ്ങനെ വമിക്കും, അല്ലെ? അതുപോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം, ആ മാലിന്യ കൂമ്പാരങ്ങൾ മനസ്സിൽ കിടന്ന് അതിങ്ങനെ അഴുകി അതിന്റെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ആ ദുർഗന്ധം എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുന്നു, ദേഷ്യപ്പെടുന്നു. എന്തുകൊണ്ടാ? ഇതെല്ലാം അവിടെ കിടക്കുന്നത് കൊണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന റൂമിലെ ചവറൊക്കെ ഒന്ന് വാരി മാറ്റി ആ റൂമിനെ ക്ലീൻ ചെയ്ത് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി നല്ല വാൾ ഹാങ്ങിങ്സ് ഒക്കെ തൂക്കിയിട്ട് നല്ല ശാന്തമായ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ആ റൂമിനെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അവിടെ മെഡിറ്റേഷൻ ചെയ്ത് നോക്കി. ആഹാ, എന്ത് രസമല്ലേ? നമ്മുടെ മനസ്സിനെ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കും. നമ്മുടെ മനസ്സ് ശുദ്ധമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വേണോ? ജീവിതത്തിൽ വളരണോ? നമുക്ക് ഏറ്റവും സത്യം പറഞ്ഞ എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, ജീവിതത്തിൽ വിജയിക്കുന്നത് ആരാണെന്നറിയാം? ഏറ്റവും നല്ല ശുദ്ധമായ മനസ്സുള്ളവര്. പലരും വിജയിക്കാൻ വേണ്ടി എന്ത് ഷോർട്ട് കട്ടും സ്വീകരിക്കും. ആരെയും പറ്റിക്കുക, ആരെയും വഞ്ചിക്കുക, ആരെയും ചതിക്കുക, എന്തും പറയാ, വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ സ്ഥായിയായിട്ടുള്ള ഒരു വിജയം തരുമെന്ന്? നമുക്ക് ഒരാളെയും പറ്റിച്ചുകൊണ്ടോ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റും? നിങ്ങൾക്കറിയാം, നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഒരു കുഞ്ഞു ഫീസിന് കഴിഞ്ഞ 3 വർഷത്തോളമായി നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്. അത് വന്ന് അറ്റൻഡ് ചെയ്തവർക്ക് 30 ദിവസം ടീച്ചർ കൂടെ വന്നിരുന്ന് മെഡിറ്റേഷനും പ്രാക്ടീസുകളും ചെയ്യിച്ച് അതികഠിനമായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ആൾക്കാർ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരെന്താ പറയുന്നത്? ടീച്ചറെ, ഇന്ന് ഞങ്ങളുടെ വീടൊരു സ്വർഗമാണ്. എന്റെ ലൈഫ് പർപ്പസും അത് തന്നെയാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും വീടിനെ സ്വർഗങ്ങളാക്കി മാറ്റുക. നമ്മളൊരു വ്യക്തി മാറിക്കഴിയുമ്പോൾ ആ വീട്, നമ്മൾ പോസിറ്റീവായിട്ട് മാറിക്കഴിയുമ്പോൾ ആ വീട് സ്വർഗമായി മാറുകയാണ്. ഞാൻ അൾട്രാ നെഗറ്റീവ് ആയിരുന്ന ഒരു വ്യക്തി. ആ സമയത്ത് എന്റെ ആ ഒരു നെഗറ്റീവ്നെസ് കാരണം എന്റെ വീട്ടിലുള്ളവർക്കും കൂടെ സ്വസ്ഥതയില്ലായിരുന്നു. ഞാനൊരു വ്യക്തി, എസ്പെഷ്യലി സ്ത്രീകളോടാ പറയുന്നത്, നമ്മളൊക്കെ വീട്ടിലെ മഹാലക്ഷ്മിമാരാണ്. നമ്മൾ പോസിറ്റീവായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറും. ഇന്ന് നിങ്ങൾ പലരെയും പഴിക്കുന്നില്ലേ? ഓ, എന്റെ ലൈഫിലെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം എന്റെ ഭർത്താവ്. ഈ മനുഷ്യൻ ശരിയായെങ്കിൽ എന്നേ എന്റെ ജീവിതം രക്ഷപ്പെട്ടേനെ. ആ മനുഷ്യനും ഈ മനുഷ്യനും നമ്മുടെ പേരൻസും മക്കളും ഇൻലോസും ആരും നന്നാവണ്ട. ഒരേ ഒരു വ്യക്തി,
നമ്മൾ ആദ്യം മാറേണ്ട വ്യക്തി നമ്മളാണ്. നമ്മളിൽ നിന്നാണ് ആ മാറ്റം തുടങ്ങേണ്ടത്. അപ്പൊ ഓരോരുത്തരും വന്ന് അറ്റൻഡ് ചെയ്ത് അവരങ്ങേ അറ്റത്തെ സങ്കടത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞവർ ഇന്ന് ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നു. ആഴ്ചയിൽ 1000 2000 നേടിയവര് ഇന്ന് ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ആ ഒരു കുഞ്ഞു ഫീസുള്ള ആ കുഞ്ഞു ക്ലാസ്സിൽ, അതായത് ആ ഒരു എന്താ പറയാ ഫീസാണ് ചേർത്ത് അതിനകത്തെ കണ്ടന്റും അതിൽ ഞാൻ തരുന്ന കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം. ടീച്ചർ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവിടെ നമുക്കൊരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഫീൽ. ഞാൻ ലൈഫിൽ അത്ര പടുകുഴി സ്ട്രഗിളിൽ നിന്ന് ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എനിക്കറിയാം ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല. ഏതൊരു വ്യക്തിക്കും ആ നിലയിലേക്ക് എത്താൻ പറ്റും. ആർക്കും എത്ര സങ്കടത്തിന്റെ, എത്ര ഡിപ്രഷനോ, എത്ര ആൻസൈറ്റി, എന്ത് പ്രശ്നങ്ങളോ, കടബാധ എന്തായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളോ, എനിക്ക് അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എല്ലാ ഏരിയാസിലും ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ഇന്ന് കരകയറി ഇവിടം വരെ വന്നുവെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് മറികടന്നുകൊണ്ട് ലൈഫിൽ സൂപ്പർ സക്സസ്ഫുൾ ആകാൻ പറ്റും. അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ മനസ്സിന് അനന്തമായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പൊ ഞാൻ അതിലൂടെ ആ ഒരു ക്ലാസ്സിലൂടെ എത്രയോ പേരുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യണം, അവരുടെയൊക്കെ ലൈഫിൽ അവരെ വിജയിക്കാൻ സഹായിക്കണം, അവരുടെ ലൈഫിൽ അത്രയും മാറ്റങ്ങൾ വരികയാണ്. എന്റെ വീടിന്റെ പടി കടന്നു വരുന്ന ഓരോ രൂപയും ഞാൻ മറ്റുള്ളവരുടെ ലൈഫിൽ അത്രയും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കി ആ ബ്ലെസ്സിങ്ങിലൂടെ വരുന്ന മണിയാണ്, അനുഗ്രഹത്തിലൂടെ വരുന്ന മണിയാണ്. എനിക്ക് എന്റെ ഹസ്ബൻഡ് പറയാണ്, നീ ഒരു 2000 രൂപ ക്ലാസ് മേടിച്ചാൽ നീ ഒരു 20,000ന്റെ വാല്യൂ അല്ല അവർക്ക് കൊടുക്കുന്ന, അത്രയും കാര്യങ്ങളോ നീ എനിക്ക് എത്ര കൊടുത്താലും മതി. അവർ നിനക്കറിയാം ഒരു ഫ്രീ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഇങ്ങനെ കണ്ടന്റ് വാരി കൊടുക്കുക. കാര്യം എന്തുകൊണ്ടാണെന്നറിയോ? അവരൊക്കെ കൊണ്ട് അവരുടെയൊക്കെ ലൈഫ് മാറട്ടെ, അവരൊക്കെ രക്ഷപ്പെടട്ടെ. മൈ മിഷൻ ഇസ് ടു ഹെൽപ്പ് പീപ്പിൾ, മറ്റുള്ളവരെ സഹായിക്കുക. അപ്പൊ 30 ഡേയ്സ് ക്ലാസ്സിന് കുഞ്ഞു ഫീസ് വെച്ചാലും അവരത് ഡെയിലി വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയില്ലേ നമ്മൾ വരില്ല, പ്രാക്ടീസ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ്, ഫ്രീ കിട്ടുന്നല്ലേ, ആർക്കും ഒരു വാല്യൂ ഇല്ല. ആ കേട്ട് ആ ടീച്ചർ ഇതൊക്കെ കേട്ടതാ, വല്ല പുതിയ കാര്യങ്ങളും പറ. ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ? ആർക്കും എന്താ പറയാ, അതൊന്നും വേണ്ട. പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് എന്റർടൈൻമെന്റിന് പുറകെ പോകുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇൻഫർമേഷൻ വാങ്ങി ഇങ്ങനെ സ്റ്റോർ ആക്കി വെച്ചിട്ട് എന്ത് കാര്യം? ആ ഇൻഫർമേഷനെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പലരും പറയും ഞാൻ ദിവസവും ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാറുണ്ട്. നിങ്ങൾ വായിക്കാറുണ്ടോ? ഓക്കെ, ഓരോരുത്തരും എത്ര സമയം ഡെയിലി വായിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സമയം വായിക്കുന്നു എന്നുള്ളതും ചാറ്റ് ബോക്സിൽ ഇട്ടേ. ചിലർ 10 മിനിറ്റ് ആയിരിക്കും, 5 മിനിറ്റ് ആയിരിക്കും, ചിലർ വായിക്കുന്നേ ഇല്ലെങ്കിൽ അതും ഇടുക. നമ്മൾ ഒരു 20 പേജെങ്കിലും സെൽഫ് ഹെൽപ്പ് ബുക്സിന്റെ ഡെയിലി വായിക്കണം. ഞാനൊക്കെ എനിക്ക് എപ്പോ സമയം കിട്ടില്ല, എനിക്ക് കൂടുതലും റിസർച്ച് വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലാണ് ഞാൻ എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അറിവുകൾ നേടിയിട്ട് കാര്യമില്ല, ഈ അറിവിനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. പലരും അപ്ലൈ ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ നേടിയ അറിവുകളെ അപ്ലൈ ചെയ്യാതിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക? പലരും എക്സ്ക്യൂസ് പറയും, എനിക്ക് സമയമില്ല പുസ്തകം വായിക്കാൻ, എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര തിരക്കിലാണ്, ഞാൻ ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എക്സ്ക്യൂസുകളാണ്. നമുക്കറിയാം ഡെയിലി നമ്മൾ എക്സർസൈസ് ചെയ്താലുള്ള റിസൾട്ട് എന്തായിരിക്കും. ഡെയിലി നമ്മൾ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ഫിറ്റ് ബോഡി നമുക്ക് കിട്ടും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. ഇതെല്ലാം നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമല്ലാണ്. പക്ഷെ ചെയ്യൂ, അവിടെ നമുക്ക് ഒരാൾ വേണം നമ്മളെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ, അല്ലെ? നമ്മൾ വിചാരിക്കും എനിക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു, രാവിലെ ക്ലാസ്സിൽ വന്നിട്ടാ ഇങ്ങനെ ചെയ്യൂ, ഇന്ന എക്സസൈസ് ചെയ്യൂ, വർക്കൗട്ട്, നമ്മൾ ആരെങ്കിലും ഒന്ന് ചെയ്യിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മിക്കവരുടെയും പ്രശ്നം അതാണ്. പലർക്കും ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ പോകുന്നവരുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടു, അത് പ്രാക്ടീസ് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറെ അറിയാം. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, മുമ്പോട്ട് എങ്ങനെ പോകണം അറിയില്ല. ഇൻസ്റ്റഗ്രാമിനകത്ത് കയറി കണ്ട റീൽസ് കണ്ട് 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 ഓവർലോഡഡ് ഇൻഫർമേഷൻ ഇങ്ങനെ വാരിയിടുക ചവർ. അവസാനം ഇങ്ങനെ സ്റ്റക്കായിരിക്കും, കിളിപോയ അവസ്ഥയിൽ. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം, ആ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക, 100% സിൻസിയർ ആയിട്ട് ആർക്ക് പറയാം ഞാൻ എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നത്? എന്റെ ഒരു ദിവസത്തെ എന്റെ മാക്സിമം ചിന്തകളും ഒരു 80% ചിന്തകളും ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്കാണ് കൊടുക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിങ്ങളോട് തന്നെ ചോദിച്ചു. അതിലേക്കല്ല നമ്മൾ, ചിലർ ഗോള് പോലും സെറ്റ് ചെയ്തിട്ടില്ല, ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇങ്ങനെ എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് ഫ്യൂച്ചർ അടിപൊളിയാകണം, എനിക്ക് ബില്യനെയർ ആകണം, എല്ലാ സ്വപ്നങ്ങളും ഉണ്ട്. എവിടാ പ്രാക്ടീസ്? നമുക്ക് ലൈഫിൽ പല സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരും.
അപ്പോഴൊക്കെ നല്ല കാമായിട്ടിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ്, എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോ നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ 1 ദിവസം 2 ദിവസം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടായോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കൃത്യമായിട്ട് നെക്സ്റ്റ് 30 ഡേയ്സ്, ഞാൻ പറഞ്ഞത് 30 ഡേയ്സ് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, നമുക്കറിയാം 21 ദിവസം എടുക്കും നമുക്കൊരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട്. നമ്മൾ അതിനെ 10-90 ദിവസം പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മുടെ പെർമനന്റ് ഹാബിറ്റ് ആയി. രാവിലെ 5 മണിക്ക് മുന്നേ ഉണരണം. രാവിലെ എല്ലാ ദിവസവും ഏർലി ടു റൈസ് ആൻഡ് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് എ മാൻ ഹെൽതി വെൽതി ആൻഡ് വൈസ് എന്ന് പറയാം. നേരത്തെ ഉറങ്ങണം. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു 11 മണിക്കുള്ളിൽ ഉറങ്ങണം. രാവിലെ 5 മണിക്ക് മുന്നേ എഴുന്നേക്കണം. എല്ലാ ദിവസവും പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കണം. പലർക്കും നല്ല ഉറക്കമില്ലാത്ത അവസ്ഥയാണ് അല്ലെ. പലരും പറയുന്ന റീസൺ എന്താ? മനസ്സിനൊരു സമാധാനം ഇല്ല ടീച്ചറെ, ചെന്ന് കിടന്നാ ഉറക്കം വരത്തില്ല, 100 ടെൻഷനാണ്. എന്തുകൊണ്ടാ? മനസ്സ് പൊല്യൂട്ടഡാ, മനസ്സിനൊരു ശാന്തതയില്ല, മനസ്സിനകത്ത് കച്ചട കിടക്കുകയാണ്, വേസ്റ്റ് കിടക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളയണം. ചൂസ് വൈസ്ലി വാട്ട് ടു തിങ്ക് ടുഡേ. ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കണം. എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറെയൊക്കെ നല്ലതുകൊണ്ട് കുറെയൊക്കെ മോശമുണ്ട്. നമ്മള് ഒരു കർഷകൻ വയലിൽ കൃഷി ചെയ്യുക, കുറെ വിത്തുകൾ എവിടെയോ കിടന്ന് കണ്ട കടച്ചാണ് കുറെ വിത്തുകളൊക്കെ എടുത്തുകൊണ്ടെന്ന് ഇങ്ങനെ പാവുകയാണ്. അതിനകത്ത് കുറെയൊക്കെ നല്ലതുണ്ട്, കുറെയൊക്കെ മോശമുണ്ട്. അതിന്റെ വിളവെടുക്കുമ്പോ എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക? ആ നട്ട വിത്ത് എന്താണോ അതിനനുസരിച്ചുള്ള വിളവേ വരൂ. ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളും. നമ്മൾ എന്ത് തരം വിത്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വിളവേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടുന്ന ഓരോ വിത്താണ് നമ്മുടെ ചിന്തകൾ. നിങ്ങൾ ഓരോ ചിന്തകളും ബോധപൂർവം തിരഞ്ഞെടുക്കണം. നമ്മുടെ ലെവൽ ഓഫ് സക്സസ് തീരുമാനിക്കുന്നത് നിങ്ങൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ലെവൽ ഓഫ് സക്സസ്, ഏത് തലം വരെ നമ്മൾ സക്സസ്ഫുൾ ആകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഓരോ നിമിഷവും ചിന്തിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവായ ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ലൈഫ് പോസിറ്റീവായി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട്. നമുക്കൊരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ പറയും എനിക്കൊരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് വേണം. ആ സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. മിനിമം 30 ദിവസമെങ്കിലും നമുക്ക് വേണം. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ആട്ടിപ്പായിക്കണം, അതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കണം. അത് 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കോൺഷ്യസ്ലി നിങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഗോള് സെറ്റ് ചെയ്യണം. പലർക്കും ഗോളും ഇല്ല, ഗോൾ എന്താന്ന് പോലും അറിയില്ല. നമ്മൾ ഗോള് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് എന്തെന്ന് എഴുതി വെക്കണം. പലരും പറയും എഴുതണോ? എന്റെ മനസ്സിലുണ്ട്. മനസ്സിലുണ്ടായിട്ട് എന്ത് കാര്യം? എഴുതി വെക്കാത്തത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പേപ്പർ ഇറ്റ് ഈസ് ഇൻ വേപ്പർ എന്ന് പറയുക. എഴുതി വെക്കാത്ത ഗോളുകൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ജീവിതത്തില് ലക്ഷ്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിനെ സെറ്റ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഒരു ദിവസം നമ്മൾ മാക്സിമം നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവിടെയാണ് സക്സസ് കിട്ടുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നതല്ല, ഓവർനൈറ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോ പലരും ഗോളൊക്കെ സെറ്റ് ചെയ്യും, പക്ഷെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യില്ല. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള മണി ബ്ലോക്കുകളുണ്ട്. ചിലർക്ക് എത്ര ശ്രമിച്ചാലും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയും, സെൽഫ് ലവ് പറ്റുന്നേ ഇല്ല. ചിലർക്ക് സ്പിരിച്വൽ ആയിട്ടൊരു കണക്ഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, സ്പിരിച്വൽ കണക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ടീച്ചർ ഇതെല്ലാം ഈ ബ്ലോക്കുകളെല്ലാം മാറ്റുന്നതിനുള്ള വേൾഡ് ക്ലാസ് ഹീലിംഗ് ടെക്നിക്സ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിന് നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മളെല്ലാരും വെറുതെ വന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ വന്നു പോയതല്ല. നമുക്ക് ഈ ഭൂമിയിലേക്കുള്ള ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിത നിയോഗം ഉണ്ട്.
ആ ജീവിത നിയോഗം എന്തെന്ന് നമ്മൾ അറിയണം. പലർക്കും അറിയില്ല അവരുടെ ജീവിത നിയോഗം എന്തെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ എന്റെ ജീവിത നിയോഗം കണ്ടെത്തി, ലൈഫ് പർപ്പസ് കണ്ടെത്തി. ആ ലൈഫ് പർപ്പസിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു പരമാനന്ദമുണ്ട്. ആ ഒരു സന്തോഷമുണ്ട്. അത് നമ്മൾ അറിയണം. അപ്പൊ ആ ലൈഫ് പർപ്പസ് അറിയാതെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ലൈഫായി, എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിരിക്കില്ല, നിങ്ങൾക്ക് അതായിരിക്കില്ല ലൈഫ് പർപ്പസ്. അവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടത്തേ ഇല്ല. ഒരു മീനിങ്ലെസ് ലൈഫായിരിക്കും നമുക്ക് തോന്നുക. നമ്മള് ഗോൾഡ് ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുന്നത് ഈ ലൈഫ് പർപ്പസിനെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ ആ ലൈഫ് പർപ്പസിൽ ജീവിക്കാൻ തുടങ്ങാം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. ഓരോരുത്തരും തങ്ങളുടെ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സക്സസ് കിട്ടും. അപ്പൊ സക്സസ് കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിരിക്കും ചെയ്യണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഞാൻ ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നില്ല. അതെ, നമ്മുടെ നെക്സ്റ്റ് മന്ത് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 3-ാം തീയതി. ജൂൺ 3-ന് ഇനി എത്രയോ ദിവസം കിടക്കുന്നു. ഐ തിങ്ക് ഒരാഴ്ചയിൽ കൂടുതലുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ടുന്ന സീറ്റ്സ് കംപ്ലീറ്റ്ലി ഏകദേശം 3/4 ഭാഗവും ഫില്ലായി കഴിഞ്ഞു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓരോ സ്റ്റുഡൻസും അവരുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്ക് അടുത്ത 10 പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കണ്ണും അടച്ചുകൊണ്ട് പോയി ജോയിൻ ചെയ്തോളൂ, ഞാൻ ഗ്യാരണ്ടി. അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓരോരുത്തരും അത് എന്നേ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള ബാച്ചുകാരടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ബുക്കാക്കി വെക്കുക എന്നുള്ളത്. അത്രയും പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ. കാര്യം ഇന്നത്തെ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത്. ഇന്നേ നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് നീട്ടി വെച്ച് മനസ്സിനെ മലിനപ്പെടുത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്ക് ഫ്യൂച്ചർ നല്ലതാക്കാൻ പറ്റൂല. അപ്പോ ഈ ഗോൾഡ് മെമ്പർഷിപ്പ് എല്ലാവർക്കും കൊടുക്കൂല കേട്ടോ. സിൽവർ മെമ്പർഷിപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ, കുറച്ച് പേരെ ഞാൻ എടുക്കൂ. കാര്യം എനിക്ക് ഗോൾഡിൽ വരുന്നവർക്ക് അത്രയും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് അത്രയും പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മാത്രമേ സീറ്റ് കൊടുക്കൂ. പലരും പറയും എനിക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് തരും. സിൽവർ അറ്റൻഡ് ചെയ്യാത്ത ആർക്കും നമ്മൾ ഗോൾഡ് കൊടുക്കത്തില്ല. അപ്പോ നമ്മുടെ ലൈഫിൽ ടീച്ചർ പറഞ്ഞ അടുത്ത 30 ദിവസത്തേക്ക് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസിപ്ലിൻഡ് ആകണം. നമ്മുടെ വിൽ പവർ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് നല്ലൊരു വിൽ പവർ ഉണ്ടായിരിക്കണം. നല്ല മെന്റൽ ടഫ്നെസ് ഉണ്ടായിരിക്കും. പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അയ്യോ പൊത്തോതാകണം. നമ്മൾ നല്ല മെന്റൽ ടഫ്നെസ്, മനസ്സിനെ നല്ല ശക്തമാക്കി വെക്കുക. എന്ത് വന്നാലും എന്ത് സാഹചര്യം വന്നാലും ഞാൻ മെന്റലി സ്ട്രോങ് ആയിരിക്കും. ഒന്നും എന്നെ അഫക്ട് ചെയ്യില്ല. എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ അതിലൊക്കെ ഞാൻ നല്ല ധൈര്യത്തോടെ നേരിടും എന്നുള്ളൊരു മെന്റൽ ടഫ്നെസ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളില് ആവർത്തിച്ച് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ നല്ല മെന്റൽ ടഫ്നെസ് ഉള്ള വ്യക്തിയാണ്, എനിക്ക് എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി എന്റെ ഉള്ളിലുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു നമ്മുടെ ഉള്ളില് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ ഡിസിപ്ലിൻ ആയിരുന്നേ പറ്റൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യം നേടണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ചെയ്തിട്ട് നമ്മൾ പിന്നീട് ആ ഡിസിപ്ലിൻ വിട്ട് കഴിഞ്ഞാൽ യാതൊരു ഫലവുമില്ല. അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ നാളെ മാറാം മറ്റന്നാൾ മാറാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റം വരില്ല. മിക്കവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് അല്ലെ, ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നെഗറ്റീവ് തിങ്കിങ്. അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ഉറങ്ങി സമയം കളയുക, മടി പിടിച്ചിരിക്കുക, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കും ചെയ്യാതിരിക്കുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ തീരുമാനിക്കുക. ഇതെല്ലാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പലർക്കും മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണ് ടീച്ചർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കുമുണ്ട്. അവിടെ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. ശരിയാണ്, ഞാനും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് മാറണമെങ്കിൽ നമ്മൾ അറിയണം നമ്മൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക, അടുത്തൊരു 30 ദിവസത്തേക്ക് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്റെ ചിന്തകൾ ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അപ്പൊ ഞാൻ ഓടിക്കും. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കും. എന്റെ ഉള്ളിലെ ബേണിംഗ് ഡിസയറിനെ ഞാൻ എരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നേടണം, വിജയിക്കണം എന്നുള്ള അതിശക്തമായ ആഗ്രഹം, നിങ്ങളുടെ ഉള്ളിലെ കത്തുന്ന ആഗ്രഹം, ജ്വലിക്കുന്ന ഒരു ആഗ്രഹം വേണം. എനിക്ക് വിജയിക്കണം. എന്നെ ചവിട്ടി തേച്ചവരുടെ മുമ്പിൽ, എന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, എന്നെ വിഷമിപ്പിച്ചവരുടെ മുമ്പിലൊക്കെ എനിക്ക് ഉയർന്ന് നിൽക്കണം. അത് അവരോടുള്ള വെറുപ്പും വിരോധം കൊണ്ടല്ല. എനിക്ക് എന്നെ വിജയിയാക്കിയേ പറ്റും. അതൊക്കെ നമ്മുടെ ഒരു സെൽഫ് ലവിന്റെ പാർട്ടാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ നിർത്തണം. ടീച്ചർ ആരോടും വെറുപ്പും വിരോധവും വിദ്വേഷം കൊണ്ടു നടക്കാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. അങ്ങനെ ഒന്നും ചെയ്യില്ല. അതൊക്കെ വളരെ തെറ്റാണ്.
നമ്മളെപ്പോഴും നമ്മുടെ ചിന്ത ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതായിരിക്കണം. ദൈവമേ എല്ലാവർക്കും നന്മ വരുത്തണേ. ഒരാളുടെ പതനത്തില് സന്തോഷിക്കരുത്, ഒരിക്കലും സന്തോഷിക്കരുത്. ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടായി, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ദൈവമേ അവർക്ക് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുക. അല്ലാതെ ഒരാളുടെ പതനം കണ്ട അവൻ അത് തന്നെ കിട്ടണം, അവൻ അല്ലെങ്കിലും അഹങ്കാരിയായിരുന്നു, അവൻ അത്രയും കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കാം. നമ്മള് ടീച്ചർ ഗോൾഡിൽ പഠിപ്പിക്കുന്ന ലോ ഓഫ് വണ്ണസിനെ കുറിച്ച്. ലോ ഓഫ് വണ്ണസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരും നമ്മളും എല്ലാം ഒന്ന് തന്നെയാണ്. വേറൊരാളുടെ പതനത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പതനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പതനം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്കൊരു നല്ല നല്ല ഒരു ലൈഫ് കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ആരെയും മുമ്പിൽ വിജയിച്ച് കാണിക്കാൻ, ഷോ ഓഫ് കാണിക്കാനല്ല. നമ്മളെ തന്നെ ഒരു വിജയിയാക്കണം. നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മൾ സ്ട്രോങ് ആക്കണം. നല്ല മെന്റൽ ടഫ്നെസ് ഉള്ള, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് ചിരിച്ച് സംസാരിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ അതുപോലെ നമ്മളുമായി തീരും. നല്ല ചിരിച്ച മുഖം. എല്ലാരും പറഞ്ഞ ടീച്ചറിന്റെ വീഡിയോ കണ്ടപ്പോ, എത്രയോ മോട്ടിവേഷൻ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ടീച്ചറിന്റെ മുഖം കണ്ടപ്പോ തീരുമാനിച്ചു, ഈ വ്യക്തിയാണ് ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്നത്. ഓരോരുത്തർ എനിക്ക് അയക്കുന്ന പേഴ്സണൽ മെസ്സേജാ. ഞാൻ എന്റെ ലൈഫിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ ഞാൻ കണ്ടെത്തി. ടീച്ചറിന്റെ ആ ചിരി, അത് മാത്രം മതി. അപ്പൊ ആ ഒരു എന്താണോ സ്മൈലിലെ പവർ, അതാണ് അട്രാക്ഷൻ പവർ, അല്ലെങ്കിൽ കരിഷ്മ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം. ഇപ്പൊ ലാലേട്ടനൊക്കെ ഒരു സ്റ്റേജിൽ വന്നു നിന്നാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു. എന്തുകൊണ്ട്? ആ ഒരു കരിഷ്മ, ആ ഒരു വ്യക്തിപ്രഭാവം. അപ്പൊ നമ്മൾക്ക് ആ ഒരു കരിഷ്മ കിട്ടണമെങ്കിൽ കുറേയധികം നെഗറ്റീവ് എനർജിയിലൂടെ നമ്മുടെ ഓറയൊക്കെ ഡൗൺ ആണ്, നമ്മളുടെ ഓറ ബ്രൈറ്റ് അല്ല, ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കരിഷ്മ വരത്തില്ല. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മുഖത്ത് അതിമനോഹരമായ ഒരു പുഞ്ചിരി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇപ്പൊ മുതൽ ചിരിച്ചു തുടങ്ങി. എനിക്ക് ചിരിക്കുന്നവരെ എന്ത് ഇഷ്ടമാന്ന്. നേരത്തെ ഒരു പയ്യനെ കണ്ടപ്പോ ഞാൻ പറയില്ല, കാർത്തിക് സൂര്യ എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്, നല്ലൊരു പയ്യന്. അപ്പൊ നമ്മൾ എന്താണ്, നല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുഖത്ത് ഒരു അതിമനോഹരമായ പുഞ്ചിരി. ആദ്യം ചിരി വരുന്നില്ല, ചുമ്മാ അഭിനയിക്കുക. ഭയങ്കര ഹാപ്പിയാണ്, സൂപ്പർ എക്സൈറ്റഡ് ആണെന്ന് അഭിനയിക്കുക. അഭിനയിച്ച് ആ അഭിനയം ഒരു ദിവസം എന്താകും? റിയാലിറ്റി ആയി മാറും. അത്രയ്ക്ക് നമ്മുടെ ലൈഫിനെ നമ്മുടെ മനസ്സിങ്ങനെ താഴോട്ട് പോകുമ്പോൾ അതിനെ പുഷ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ഒരു മോട്ടിവേറ്ററായി മാറണം. ഇല്ല, തോറ്റു കൊടുക്കരുത്, നമുക്ക് മുമ്പോട്ട് പോകണം. ഇതൊന്നുമല്ല എന്റെ കഴിവ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്നെ ഇങ്ങനെ തളച്ചിട്ടാ പോരാ, എനിക്ക് മുന്നോട്ട് പോണം. അടുത്ത 30 ദിവസം നിങ്ങളെ തന്നെ പുഷ് ചെയ്തോണ്ടിരിക്കുക. ആ ബേണിംഗ് ഡിസയർ എനിക്ക് ഇതൊന്നും ചെയ്ത്, എവിടെയൊക്കെയാണ് നമ്മുടെ തെറ്റുകളെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനെയൊക്കെ ഇങ്ങനെ മാറ്റി കൊണ്ടുവരിക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നേടണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് വന്നതിൽ അടുത്ത സെക്കൻഡിൽ അതിനെ റീപ്ലേസ് ചെയ്ത് പോസിറ്റീവ് ആക്കുക. മൂന്നാമതെന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ കാണുക. കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ടാ പോരാ, വലുത് സ്വപ്നം കാണണം. വലുത് സ്വപ്നം കണ്ടാൽ വലുത് നേടാൻ പറ്റുമെങ്കിൽ എന്തിനെ ചെറുതിലേക്ക് പോകണം. 1 രൂപയും 1 കോടി രൂപയും യൂണിവേഴ്സിന് ഒരുപോലെയാണ്. നമുക്കാണ് ഇത് വലിയ 1 കോടി രൂപയോ, എനിക്ക് തല കറങ്ങുന്നത്, എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കരുത്. പറ്റും, ആർക്കും പറ്റുന്നതേ ഉള്ളൂ. ഇത്രയും പരാജയത്തിന്റെ പടുകുഴിയിൽ സങ്കടത്തിൽ കിടന്ന ടീച്ചറിന് ഇന്ന് ഒരു മില്ലനെയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് കാണിച്ചിട്ട് ആ ടീച്ചർ പറയും, നിങ്ങൾക്ക് പറ്റും. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും ആ പറയുന്ന പറ്റും. സെൽഫ് മെയ്ഡ് മില്ലനെയർ. ഞാൻ സ്ത്രീയാണ്, പലരും കളിയാക്കിയൊക്കെ പറയും, വെറും സ്ത്രീയാണ്, അബലയാണ്, ചബലയാണ്. ഒരു മണ്ണാങ്കട്ടെ, നമുക്ക് അപാരമായിട്ടുള്ള പവർ ഉണ്ട്. നമുക്ക് അപാരമായിട്ടുള്ള പവർ എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്, എല്ലാവർക്കും. ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട്, ടീച്ചർ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, ചിന്തിക്കല്ല. ഞാൻ സ്ത്രീകളെ കുറച്ചൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മളെല്ലാം പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യും. ടീച്ചർ അങ്ങേറ്റം ടീച്ചറിന്റെ സ്റ്റുഡൻസിനെ പോലും ഞാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ കഴിവ് കുറഞ്ഞവരായിട്ട്, റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കിടക്കുന്നവരായിട്ട് ഒരിക്കലും നമ്മളെ അങ്ങനെ ആ ഒരു രീതിയിൽ ആക്കരുത്. ആ ചങ്ങലകളൊക്കെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് നമ്മളും സെൽഫ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ലെവലിലേക്ക് ഓരോ സ്ത്രീകളും വരണം. സ്ത്രീകൾക്ക് വേണ്ടി ടീച്ചർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്ന അടിപൊളി ഒരു പ്രോഗ്രാം കൊണ്ടുവരണം. നിങ്ങൾ എല്ലാവരെയും ഫിനാൻഷ്യലി ഫ്രീഡം നിങ്ങൾക്ക് നേടിത്തരുന്ന, സംരംഭകരാക്കുന്ന സൂപ്പർ ഡ്യൂപ്പർ പരിപാടി. അതിന്റെയൊക്കെ പ്ലാനിങ്ങിലാണ്. നിങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് അതിന്റെ ഓഫ്ലൈൻ പ്രോഗ്രാം ആയിട്ട് വെച്ചിട്ട്, അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഓരോരുത്തരും. കാര്യം ഞാൻ അത്രയും സ്ട്രഗിളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ ആ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്തും എനിക്ക് സമൂഹത്തിൽ നിന്നും, എന്റെ വീട്ടിൽ നിന്നും, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു വാല്യൂ അല്ല ഇന്ന് എനിക്ക് കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് വിലയൂ. പൈസ ഉണ്ടെങ്കിലേ ലോകം നമ്മളെ മാനിക്കും. പൈസ ഇല്ലാത്തവന് ഒരു മനുഷ്യനും വില കൽപ്പിക്കില്ല. ഓരോരുത്തരും ചിന്തിക്കുക,
എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ടീച്ചർ പറയുന്ന പോലെ എനിക്കും അത്രയും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി നമ്മുടെ മക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റണം. നാളെ മേടിച്ചു തരാം, മറ്റന്നാൾ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്കും ടീച്ചർ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല, ഇന്ന് തന്നെ എഴുതി വെക്കണം. നിങ്ങൾ ആ ലക്ഷ്യങ്ങൾ ഓരോ അടുത്ത നെക്സ്റ്റ് 30 ഡേയ്സ് ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വലിയ വലിയ ലക്ഷ്യങ്ങളാണെങ്കിൽ അതിനെ മുറിച്ച് ഓരോ ദിവസത്തെയും കറക്റ്റ് പ്ലാനിങ് തയ്യാറാക്കി അതിനുവേണ്ടി മുന്നോട്ട് പോകണം. ഇനി ഓരോരുത്തരോടും ഞാൻ ചോദിക്കാം, നിങ്ങൾ അലൈൻമെന്റിലാണോ? എന്താണ് അലൈൻമെന്റ് എന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ല. ടീച്ചർ നിങ്ങൾ സുജ ആർ മോഹൻ അലൈൻമെന്റ് എന്നുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് കിട്ടും. നിങ്ങൾ ആ അലൈൻമെന്റിലാണോ അല്ലയോ എന്നൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. അലൈൻമെന്റിൽ അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ഹാർഡ് വർക്ക്, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടേണ്ടി വരും നമുക്ക് സക്സസ് നേടാൻ. പക്ഷേ നമ്മൾ അലൈൻമെന്റിലാണെങ്കിൽ ഉണ്ടല്ലോ, നിന്ന് കൊടുത്താൽ മതി. ടീച്ചർ ഇന്ന് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. പ്രപഞ്ചം എവിടെയൊക്കെ ആരിലേക്കാണോ എന്നെ കണക്ട് ആക്കേണ്ടത് എന്നെ എത്തിച്ചോളും. ഒന്നും നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അലൈൻമെന്റിന്റെ സുഖം എന്ന് പറയുന്നത്. ഓരോരുത്തരും ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക, ഞാൻ അലൈൻമെന്റിലാണോ, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ അത് ആ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തുക. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആരും സക്സസ്ഫുൾ ആവില്ല. അങ്ങനെ കഠിനാധ്വാനം ചെയ്താണോ സക്സസ് നേടുക? പലരും പറയും ഹാർഡ് വർക്ക് ചെയ്യൂ, കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും. ഞാൻ ഒരു ഹാർഡ് വർക്കും ചെയ്യാറില്ല. എല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ജേണിയാണ്. നമ്മൾ ലൈഫ് ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ. ഇന്നലെ ഗോൾഡ് ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. 9 മണിക്ക് തുടങ്ങിയ ക്ലാസ് 11 മണിയായിട്ടും ഞാൻ നിർത്തത്തില്ല. കാര്യം എന്താ, എനിക്ക് അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടം വരെ എത്തിക്കുന്നത് അവർ എനിക്ക് എനിക്ക് എന്നാലേ എന്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. നമ്മളടുത്ത് ഒരാൾ 1 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ 100 ഇരട്ടി മൂല്യമെങ്കിലും തിരിച്ചു കൊടുത്താലേ എനിക്ക് കിടന്ന ഉറക്കം വരുള്ളൂ. അവിടെ നമ്മളൊരു ജെനുവിൻ പേഴ്സൺ ആവണം. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഉയർച്ച വരുന്നത്. ഇതിനെ ഒരു ലൈഫ് പർപ്പസ് ആയി കണ്ട് നമ്മൾ അത്രയും ആത്മാർത്ഥമായ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് കിട്ടും. നിങ്ങൾ കണ്ടാലറിയാം, ടീച്ചറിന്റെ യൂട്യൂബിലെ ഒരു വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുക. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്നിട്ട് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ മാജിക്കലി നടക്കുന്ന തമ്പുരാനാണ്. അതിനകത്ത് ഒരു സബ്സ്ക്രൈബർ പോലും ജെനുവിൻ അല്ലാത്ത മാർഗത്തിലൂടെ ഞാൻ ഒരു സബ്സ്ക്രൈബറിനെ പോലും ഞാൻ നേടിയിട്ടില്ല. അതിലെല്ലാം ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം, ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്. ടീച്ചർ ഒന്നിലും കരയാറില്ല. കാര്യം എന്താ, ഇറ്റ്സ് എ ഡിവൈൻ ചാനൽ. അത് യൂണിവേഴ്സിന്റെ ചാനൽ. ആ ചാനലിൽ വരുന്നവർക്ക് അത് ആ വീഡിയോ കൊണ്ട് ഗുണപ്പെട്ടു. ഈ വ്യക്തിയെ എനിക്ക് കണക്ട് ചെയ്താൽ എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അറിവുകൾ തരാൻ കഴിവുള്ള, നമുക്കൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. കാര്യം ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ടീച്ചർ അതൊക്കെ ചെയ്തിട്ട് സക്സസ്ഫുൾ, നമുക്കും അത് പറ്റും എന്നൊരു വിശ്വാസം വരും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചർ ലൈഫ് കോച്ച് ആയതുകൊണ്ട്. ലൈഫ് കോച്ച് അല്ല, എന്റെ എത്രയോ സ്റ്റുഡൻസ് എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തവർ, ഗോൾഡിന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ആർട്ടിഫിഷ്യൽ ഗോൾഡിന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, മറ്റു പല തരത്തിലുള്ള ഹോസ്റ്റലുകൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഏതു മേഖലയിലാണോ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അപ്പോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, നമ്മൾ അടുത്ത 30 ദിവസത്തേക്ക് 24/7 നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നല്ല സന്തോഷത്തിൽ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. 21 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റായി മാറി, 90 ഡേയ്സ് ചെയ്യുമ്പോൾ നമ്മുടെ പെർമനന്റ് ഹാബിറ്റായി മാറി. എൻജോയ് യുവർ ജേർണി ഓഫ് മാനിഫെസ്റ്റേഷൻ. ഈ മാനിഫെസ്റ്റേഷൻ ജേർണിയെ നിങ്ങൾ അങ്ങ് എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക, നിങ്ങളുടെ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക. പലരും ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതില്ല, എൻജോയ് ചെയ്യുന്നതില്ല. എങ്ങനെയെങ്കിലും ദൈവം തന്ന ജീവിതം അങ്ങ് ജീവിച്ച് തീർക്കാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ജീവിതത്തെ ആസ്വദിക്കാതെ. മഴ പെയ്യുമ്പോണ്ടല്ലോ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ഈ മഴയത്ത് ഇറങ്ങി നിന്ന് നനയും. ആ മഴയെ ഇങ്ങനെ നോക്കിക്കാണും. കാര്യം എന്താണ്, അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മളുടെ ഉള്ളിലെ ആ ഒരു കുട്ടി, അത് അത്രത്തോളം നമുക്ക് ലൈഫിനെ ആസ്വദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്കുകളൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ തന്നെ ലൈഫ് ഭയങ്കര ആസ്വാദ്യകരമായി നമുക്ക് മാറും. നമ്മള് ഗോളിന് വേണ്ടി വർക്ക് ചെയ്ത് ഓരോരോ ടാസ്കുകളായിട്ട് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ആരോഗ്യപരമായി എങ്ങനെയാണ്, ബാക്കി നമ്മൾ പറയല്ലേ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന്, ആരോഗ്യത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സസൈസ് ചെയ്യണം. സമയമില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്. അടുത്ത 30 ദിവസത്തേക്ക് കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. സെൽഫ് മാസ്റ്ററി, അവനവനെ തന്നെ കണ്ടെത്തുക.
നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം, നമ്മൾ തീരുമാനിക്കാം. എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ഇപ്പൊ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, എനിക്കതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. വാട്ടർ മെലോണ്, അതുപോലെ തന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കുക്കുംബർ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക. രാവിലെ 5 മണിക്ക് മുന്നേ തന്നെ എഴുന്നേറ്റ് മെഡിറ്റേഷനും മറ്റു പ്രാക്ടീസുകളും ഒക്കെ നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂത്ത്ഫുൾ ആയിട്ട് ചെറുപ്പമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എപ്പോഴും മനസ്സിൽ പറയുക ഐ ആം ഇൻ മൈ 60s, ഞാൻ ഇപ്പോഴും എന്റെ 16കളിലാണ്, ഞാൻ വളരെ യങ്ങാണ്, ഞാൻ എന്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, നിരന്തരം ആവർത്തിച്ച് പറയുമ്പോൾ ഇത് യാഥാർത്ഥ്യമായി മാറും. എപ്പോഴും ഇത് വേണം പറയാൻ. ഞാൻ ചില ആൾക്കാർ പറഞ്ഞല്ലോ വയസ്സും പ്രായമായി ഇനിയിപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും പറയരുത്. ഞാൻ വളരെ ചെറുപ്പമാണ്, ഞാൻ എനർജറ്റിക് ആണ്, എപ്പോഴും നല്ല ഉത്സാഹത്തോട് കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനൊരു കുതിരയെ പോലെ കുതിച്ചു ചാടി എപ്പോഴും നല്ല ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് ചിന്തകളെ മാറ്റിയാലേ നമ്മുടെ ലൈഫ് മാറും. നമ്മൾ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം പഠിക്കാനുണ്ടാവും. ആ പാഠം പഠിക്കുക, ആ തെറ്റുകളൊക്കെ മറന്നേക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. യുവർ ഇന്നർ വേൾഡ് ക്രിയേറ്റ്സ് യുവർ ഔട്ടർ വേൾഡ്. നിങ്ങളുടെ ഉള്ളിലെ ലോകം കറക്റ്റ് ആയാലേ ബാഹ്യലോകം കറക്റ്റ് ആവും. പലരും വിചാരിക്കുന്നത് എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുന്നു, പൈസ വരുന്നില്ല, ഇതൊക്കെ ബാഹ്യലോകത്ത് കിടന്ന് നമ്മൾ പറയില്ല കട്ടത്തറയില് മുക്കളയിടുന്ന പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉള്ളിലെ ലോകം ചേഞ്ച് ചെയ്താൽ വെളിയിലെ ലോകം കറക്റ്റ് ആവും. ഉള്ളിൽ ഒരുപാട് സ്നേഹം നിറച്ചാൽ വെളിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടും. ഉള്ളിൽ നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ആയി എന്ന് വിഷ്വലൈസ് ചെയ്താൽ വെളിയിൽ അത് തന്നെ കിട്ടും. സമ്പന്നതയിൽ ജീവിക്കുന്നതായിട്ട് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ടർ വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പൊ അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങളത് ചെയ്യുക. എല്ലാം 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ഇൻ ദ മൈൻഡ് ആൻഡ് സെക്കൻഡ് ഇൻ ദ റിയാലിറ്റി. വേണ്ടത് എന്തോ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിനകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. ലക്ഷ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കൺമുന്നിൽ വേണം. എപ്പോഴും അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത ചവറ് വീഡിയോസ് കണ്ടും നമ്മള് പറയില്ലേ, ഒരു പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്ത കുറേ അധികം എന്റർടൈൻമെന്റ് വീഡിയോസിന് പുറകെ പോകാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അടുത്ത 30 ദിവസം ചെയ്ത് നോക്കൂ, പിന്നീട് ഒരു 90 ഡേയ്സിലേക്ക് നിങ്ങൾ മാറ്റി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈഫിൽ വിജയിക്കാൻ വേണ്ടി ഒരു മെന്ററുടെ ഹെൽപ്പ് എടുക്കണം. നിങ്ങൾക്ക് ഏത് മെന്ററിന്റെ ഹെൽപ്പ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ലൈഫിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. കാര്യം നമുക്ക് എല്ലാവരോട്ടും കണക്ട് ആവാൻ പറ്റില്ല. ഇപ്പൊ എന്നോട് എല്ലാവർക്കും കണക്ട് ആവാൻ പറ്റില്ല. കാര്യം ലോ എനർജിയിൽ നിൽക്കുന്നവർക്ക് ഹൈ എനർജിയുള്ള വ്യക്തികളുമായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരുമായിട്ടാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു മെന്ററിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ലൈഫില് ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നമ്മൾ മെന്ററായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ വർക്ക് ചെയ്താൽ 1 വർഷം കൊണ്ട് കിട്ടേണ്ട സക്സസ് നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ അടുത്ത 1 മാസത്തേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്, സക്സസ്ഫുൾ ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കും. ഇപ്പൊ നമ്മുടെ 9 PM ക്ലാസ്, 1 PM ക്ലാസ്, അവിടെയൊക്കെ നമ്മളൊരു ഗ്രൂപ്പാണ്. കാര്യം എന്താ, അവിടെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാറുള്ളൂ. നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു, എല്ലാവരും നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ചറും എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാം. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ നല്ല ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും പോസിറ്റീവ് ആയിട്ടിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ മനസ്സും അതുപോലെ മലിനമായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. റേസ് യുവർ സ്റ്റാൻഡേർഡ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് പഠിക്കുക. കിട്ടുന്ന അറിവുകളെയൊക്കെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്താണ് കുറെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചറിന്റെ ഡയമണ്ട് മെന്റർഷിപ്പ് ഉണ്ട്. നമുക്ക് സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനം ഞാൻ കോച്ചസിനുള്ള കോച്ചിങ് ആണ്, അതൊരു ഡിസൈൻ ചെയ്തിട്ടില്ല. ഡയമണ്ട് മെന്റർഷിപ്പ് ഉണ്ട്. അപ്പൊ പലരും നമ്മൾ പറയില്ലേ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ ടീച്ചർ ഞങ്ങളുടെ ഫാമിലി മെന്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ടീച്ചറിന്റെ മെന്റർഷിപ്പ്. ചില ബിസിനസ്സുകാർ അവർ പേഴ്സണലി എടുക്കും, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് എടുക്കും. ചിലർ പറയാൻ ഞങ്ങൾക്ക് ഫാമിലി മെന്റർ ആയിട്ട് ടീച്ചറെ വേണം, ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്ത് കാര്യം വന്നാലും ടീച്ചറിന്റെ ഹെൽപ്പ്. നമ്മളൊരു ഫാമിലി ഡോക്ടർ വെക്കില്ലേ, ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിക്കുന്നു. അതുപോലെ നമുക്കൊരു ഫാമിലി മെന്റർ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ ഒരു മെന്ററിനെ വെക്കണമെങ്കിൽ നമുക്കൊക്കെ ഫിനാൻഷ്യലി നമ്മൾ അതുപോലെ വെൽ സെറ്റിൽഡ് ആവണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കും മെന്റേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു മെന്റർ അല്ല, പല മേഖലകളിലും പല മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും മുന്നോട്ട് പോകണം. ഹാവ് ഫൺ ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ജീവിതം ആസ്വദിക്കാതെ ചുമ്മാതെ ഇങ്ങനെ കുറെ പ്രാക്ടീസും ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. ജീവിതം ആസ്വദിക്കാൻ തുടങ്ങാം. എല്ലാ ദിവസവും 6 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കൊടുക്കുക. 1 മണിക്കൂർ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്ത 30 ദിവസത്തേക്ക് 1 മണിക്കൂർ എന്ത് ചെയ്യണം,
നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെക്കണം. അതിൽ റീഡിങ് വരണം, എക്സസൈസ് വരണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വരണം. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? പുതിയ ആൾക്കാരാണെങ്കിൽ അറിയില്ലെങ്കിൽ ടീച്ചറുടെ ചാനലിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എല്ലാ സൺഡേസിലും ടീച്ചർ ഫ്രീ വെബിനാർ തരുന്നതാണ്. പിന്നെ എനിക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ സ്കൂളുകളിൽ പോയിട്ട് ടീച്ചേഴ്സിന്, പേരൻസിന്, പിന്നെ അതുപോലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അബണ്ടൻസ് ആക്സിലറേറ്റർ ക്ലാസ് എടുക്കാൻ പോയി സൺഡേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ നമുക്ക് ക്ലാസ് ഇല്ലാതിരിക്കും. ബാക്കി സൺഡേസിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിന് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഫിൽഡ് ആണെന്നാണ് അർത്ഥം. നിങ്ങൾ ഇപ്പൊ നമുക്ക് ഏകദേശം 5-6 ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറാൻ സ്പേസ് ഉണ്ടെങ്കിൽ അതിലേക്ക് കയറുക, അല്ലെങ്കിൽ പുതിയ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് വരുമ്പോൾ അതിൽ കയറുക. ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പിൽ കണക്റ്റഡ് ആയിരിക്കുക. ഗ്രൂപ്പിൽ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ക്ലാസ്സും ഒരുപാട് പുതിയ അറിവുകളും ഒക്കെ ടീച്ചർ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ടൈം മാനേജ്മെന്റ് പഠിക്കുക, കറക്റ്റ് ആയിട്ട് ടൈമിനെ ഉപയോഗിക്കുക. ഞാൻ അതിനെ കുറിച്ചൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യണം, കൃത്യമായിട്ട് ടൈമിനെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു സക്സസ് കിട്ടും. പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം സഹകരിക്കാൻ, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ദൂർ രഹിയേ, നമ്മള് ഒഴിഞ്ഞു നിൽക്കണം. അപ്പോ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ജേണൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് വീതം എഴുതണം. നമ്മുടെ ടീച്ചറിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മിക്കവരുടെയും കയ്യിലുണ്ട്. ഇല്ലാത്തവര് നിങ്ങൾ ജേണൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ് മെയിൻ ആയിട്ടും ഞാൻ അവർക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. നമ്മുടെ ജേണലിനകത്ത് നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, 555 ഗോൾ സെറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ എഴുതാൻ പറ്റും. ഹാബിറ്റ് ട്രാക്കർ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് 90 ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ദിവസവും 10 ഗ്രാറ്റിറ്റ്യൂഡ് വീതം എഴുതണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് നന്ദി എഴുതണം. പലരും കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചെയ്യൂല. കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് വായിക്കണം, അറിവ് നേടണം. ആർക്കെങ്കിലും ഒക്കെ ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 1-2 പേര് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. ഹേബ, ഒരു സെക്കൻഡ്. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ജൂൺ 1-ന് സ്റ്റാർട്ട് അല്ലേ? അതിന് ഗ്രൂപ്പ് ഫോം ചെയ്തില്ലേ ടീച്ചർ? ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ജൂൺ 3 ജൂൺ 1ഉം 2ഉം ശനി ഞായർ ആയതുകൊണ്ട് 3ലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹേബ കേൾക്കുന്നുണ്ടോ? ഹേബ, ഹലോ ഹേബ, കേൾക്കാമോ? യെസ്, പറയൂ. എന്താണ് റൈസ് ആൻഡ് ഓപ്ഷൻ? ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് വീഡിയോ ഓഫ്. ശരി ശരി. ടീച്ചറിന്റെ 9 PM സ്റ്റുഡന്റ് ആണ് ഞാൻ. എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് ടീച്ചറുടെ ക്ലാസ്സിൽ നിന്നിട്ട്. എല്ലാം നമ്മുടെ 9 PM കാർക്കും 1 PM കാർക്കും എല്ലാവർക്കും അറിയാം. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 8 വർഷമായിട്ട് ഒരു ദിവസം പോലും ഞാൻ കരയാതെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ഒരുപാട് റിമോട്ട് ഏരിയയിലോട്ട് വന്ന് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരമായിട്ട് ടീച്ചറുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാനിടയായത് ഒരു ദിവസം. ആ ഒരൊറ്റ ടീച്ചറുടെ ചാനൽ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തായാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന്. ഇപ്പൊ ഞാൻ ടീച്ചറുടെ കൂടെ ഇനി 6ാമത്തെ മാസമാ. എന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയി. അന്ന് മുതൽ ഞാൻ 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ ടീച്ചർ പറയാറുള്ള പോലെ ട്രാക്കിലേക്ക് വന്നു. ഞാൻ ഫുള്ള് ഹാപ്പി. ഇപ്പൊ ഞാൻ 24 hours ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ ഈ ക്ലാസ് ഈ ദിവസം ഒന്നും പോരാ എത്ര നേട്ടങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാല്. എന്റെ ഏറ്റവും വലിയ നേട്ടം, ഞാൻ ജനുവരി ക്ലാസ് കയറി, മാർച്ചിൽ എനിക്ക് UAE ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഇപ്പൊ പോയി വന്നു. എന്റെ എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ്. തായ്ലൻഡിലേക്ക് പോയി. അത് ശരിക്കും എന്റെ മോന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. മോനും ടീച്ചറെ കിഡ്സ് ബാച്ച് സ്റ്റുഡന്റ് ആണ്. അവൻ ഭയങ്കര നല്ല കൊച്ചായിട്ട്, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട്, നല്ല ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പഠിച്ച് നല്ല മോനായിട്ട് വളർന്നു വരുന്നുണ്ട്. ടീച്ചറെ ക്ലാസ്സിൽ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വിചാരിക്കണ്ട, അവരങ്ങ് എത്തിക്കോളൂ. അവരുടെ ഹയസ്റ്റ് ലെവലിൽ തന്നെ അവർ വളർന്നു വരും. നല്ല പ്യുവർ ഹാർട്ടായിട്ട്, നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് നന്നായിട്ട് പഠിച്ച് അവരെത്തും അവര്. പിന്നെ ടീച്ചർ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കൊളീഗുമായിട്ടും ഒരുപാട് റിലേഷൻഷിപ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് മൊത്തം മാറി. ഞാനും അവനും ഇപ്പൊ ഭയങ്കര സ്നേഹത്തില്ല. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ കാറ് ബുക്ക്
ചെയ്ത് പുതിയ കാറ് അത് 5 ദിവസത്തിനുള്ളിൽ കിട്ടും. പിന്നെ ഇപ്പൊ ഞാൻ ടീച്ചറുടെ അബണ്ടൻസ് ആക്സിലറേറ്റർ ടീച്ചറെ കാണാൻ അത്രയും കൊതിയായിട്ട് പോയതാ. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു എനിക്ക്. എന്താ പറയാ, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും തിങ്ക് ചെയ്തിട്ടില്ല. മാസം സാലറി കിട്ടുന്നു എന്നല്ലാതെ ഞാൻ ഒന്നും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഈ ക്ലാസ്സിൽ പോയതോടുകൂടി ജോലിയും അതിന്റെ കൂടെ തന്നെ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയും. അതിനുവേണ്ടി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഹോംവർക്ക് ചെയ്ത് തുടങ്ങി. ഇതുപോലെ ടീച്ചർ ഇനി സൂം മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ ഞാൻ വന്ന് പറയും, ഞാൻ ഇന്ന് ഇത്ര രൂപ ബിസിനസ്സിൽ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വന്ന് പറയും. ടീച്ചറുടെ അടുത്ത് നമ്മൾ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ സത്യം പറയാലോ നമുക്കൊരു 100 ഹാപ്പിനെസ് പറയാൻ പറ്റും. അത് എൻ്റെ ഒരു അങ്ങനെയാണത്. പിന്നെ എല്ലാത്തിലും ഉപരി എന്താ അബണ്ടൻസ് ആക്സിലറേറ്റർ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ പറ്റും. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്തി ജീവിക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫും മാറും. എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത് ടീച്ചർക്കല്ലാതെ ഇത്രയും നന്നായിട്ട് ആ ഒരു ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ടീച്ചറെ, എത്ര നന്ദി പറഞ്ഞാലും മതി. ടീച്ചർക്ക് എന്നെ അറിയാം ഞാൻ ഏത് ലെവലിൽ നിന്ന് ഇപ്പൊ ഏത് നിലയിലാണ് നിൽക്കുന്നതെന്ന്. എല്ലാം ടീച്ചർ പറയാറുള്ള പോലെ എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഹേബ നിനക്ക് ഇപ്പൊ ഇത്ര പോസിറ്റീവായിട്ട് എത്ര സന്തോഷമായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എല്ലാത്തിലും ഉപരി ഭയങ്കര വലിയ നല്ലൊരു ഹൃദയത്തിന് ഉടമയായിട്ട് എല്ലാവർക്കും ഫോർഗീവ് ചെയ്ത് ഒരു പട്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പോ. വെരി ഗുഡ് ഹേബ, എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കാം. വെരി ഗുഡ്, താങ്ക് യു മോളെ. ഹേബ ഇന്ന് പറഞ്ഞാലും തീരില്ല, അത്രയും ഹേബയ്ക്ക് പറഞ്ഞാൽ ഭയങ്കര വാചാലോ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തതാ. കാര്യം എന്താണെന്നറിയാം, എനിക്കറിയാം ഹേബ നിങ്ങൾക്ക് അറിയില്ല, കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് എന്നും കരഞ്ഞുറങ്ങിയിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് അന്ന് എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം അവരുടെ ലൈഫിൽ മാറ്റത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. ജിഷ പ്രശാന്ത് എന്തെങ്കിലും പറയാനാണോ റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടെ? ടീച്ചറെ ഫോർഗീവ്നെസ് ഒന്നും കൂടി ഒന്ന് പറയൂ. ഫോർഗീവ്നെസ് നമ്മുടെ ഗോൾഡിലല്ലേ ഉള്ളതല്ലേ? അതെ ഞാൻ ഇന്ന് ഒന്ന് എഴുതാൻ വിചാരിച്ചിട്ടായിരുന്നു. ടീച്ചർ പറഞ്ഞുതരാം, ഗോൾഡിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ ഹിന്ദിക്കാരുടെ സെഷനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ ടീച്ചർ ജസ്റ്റ് ഒന്ന് അതിലേക്ക് കയറുകയാണ്. അപ്പോ വേറെ ആരും വീട്ടിൽ സംസാരിക്കുകയാണ്. അപ്പൊ ടീച്ചറിന് ഹിന്ദി ബാച്ചിൽ കയറാനുള്ള സമയമായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ സിൽവറില് അപ്പൊ ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നമ്പർ 9, എല്ലാവരും എഴുതിക്കോ, 952665. പഴയ നമ്പർ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പഴയ നമ്പറിൽ അയച്ചാലും കിട്ടും, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു എറർ കാണിക്കുന്നുണ്ട്. അത് പുതിയ നമ്പർ 95265 49978 49978 എന്ന നമ്പറിൽ. ഓക്കെ, അപ്പോ സക്സസ് സ്റ്റോറി പറയാനുള്ളവരും ഡൗട്ട് ചോദിക്കാനുള്ളവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അടുത്ത ആഴ്ച ഞാൻ കുറച്ച് നേരത്തെ ക്ലാസ് നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ കയറുന്നു, പക്ഷെ പറഞ്ഞു വാചാലമായി പോകും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. എനിക്ക് അടുത്ത ഹിന്ദിക്കാരുടെ സെഷനിൽ കയറാൻ സമയമുണ്ട്. ഓക്കെ, ബൈ ബൈ, ലവ് യു ആൾ. താങ്ക് യു. ബൈ ബൈ.